ജോലിസ്ഥലത്തെ ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് പരാതിപ്പെട്ട യുവതിയോട് അപവാദം ഭയന്ന് പിന്മാറാൻ ഐ.ടി. ഭീമനായ ടാറ്റ കൺസൾട്ടൻസി സർവീസിലെ ഉന്നത ഉദ്യോഗസ്ഥൻ ഉപദേശിച്ചതായി വെളിപ്പെടുത്തൽ. യൂണിറ്റിലെ കരാർ ജീവനക്കാരി നൽകിയ പരാതിയിലാണ് എച്ച്.ആർ. ഹെഡും ഓപ്പറേഷൻസ് മാനേജറുമായ അശ്വിനി ചൈനാനിയുടെ വിവാദ ഇടപെടൽ പുറത്തുവന്നത്. കേസുമായി ബന്ധപ്പെട്ട് ചൈനാനി ഉൾപ്പെടെ 8 പേരെ പോലീസ് പിടികൂടി. 3 വർഷം മുൻപ് സ്ഥാപനത്തിൽ ചേർന്ന യുവതിയാണ് ടീം ലീഡറായ റാസ മേമനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്ത് വന്നത്. പരിശീലന മുറിയിൽ തനിച്ചായ സമയത്ത് റാസ ലൈംഗികമായി അതിക്രമിക്കാൻ ശ്രമിച്ചെന്നും പിന്നീട് നിരന്തരമായി പിന്തുടർന്ന് ശല്യം ചെയ്തു എന്നാണ് പരാതി. വിവരം പുറത്തു പറയാതിരിക്കാൻ ഇയാൾ യുവതിയെ ഭീഷണിപ്പെടുത്തുകയും പലതവണ മോശമായി സ്പർശിക്കുകയും ചെയ്തു. പരാതിയുമായി മാനേജർമാരെ സമീപിച്ചുവെങ്കിലും റസയുടെ സ്വഭാവം ശരിയല്ല. നീ തനിച്ചു നടക്കാതെ സൂക്ഷിക്കുക എന്ന ഉപദേശമാണ് യുവതിക്ക് കിട്ടിയത്. പരാതി നൽകിയെന്നറിഞ്ഞതോടെ റസ പ്രതികാര ബുദ്ധിയോടെ പെരുമാറി തുടങ്ങി. സഹപ്രവർത്തകനുമായി യുവതിക്ക് ബന്ധമുണ്ടെന്ന രീതിയിൽ മോശമായ പ്രചരണങ്ങൾ ഇയാൾ ഓഫീസിനുള്ളിൽ വച്ച് നടത്തി. യുവതി റസയോട് സംസാരിക്കുന്നത് നിർത്തിയതോടെ ഇയാൾ മറ്റ് സഹപ്രവർത്തകരായ ഡാനിഷ്, തൗസീഫ് എന്നിവരുമായി ചേർന്ന് യുവതിയുടെ സിസ്റ്റത്തിൽ ക്രമക്കേട് നടത്തി. ജോലിഭാരം വർദ്ധിപ്പിച്ച് യുവതിയെ മാനസികമായി തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഓരോ 30 സെക്കൻഡിലും വരേണ്ട ഫോൺ കോളുകൾ സെക്കൻഡിൽ 1 എന്ന രീതിയിൽ വർദ്ധിപ്പിച്ചു. യുവതിയുടെ പരാതിയിൽ നാസിക് പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയായിരുന്നു. മാനസികവും ലൈംഗികവുമായ പീഡനങ്ങൾ ആരോപിച്ച് 9ഓളം കേസുകളാണ് യൂണിറ്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്നാൽ ആഭ്യന്തര തലത്തിൽ ഇത്തരം പരാതികളൊന്നും തന്നെ ലഭിച്ചിട്ടില്ലെന്നും ഹരാസ്മെന്റിനോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് കമ്പനിയുടേതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. അതേസമയം റസ ഉയർന്ന പ്രകടനക്ഷമതയുള്ള ഉദ്യോഗസ്ഥനാണെന്നും വ്യക്തിവൈരാഗ്യം തീർക്കാൻ വ്യാജ പരാതി നൽകിയെന്നുമാണ് ഇയാളുടെ കുടുംബത്തിന്റെ വാദം. അതേസമയം നാസിക്കിലെ ഓഫീസിൽ നടന്ന നിർബന്ധിത മതപരിവർത്തനവും ലൈംഗിക പീഡനവും സംബന്ധിച്ച പരാതികൾക്ക് പിന്നാലെ ഇത്തരം പ്രവർത്തനങ്ങളെ തടയാൻ കർശന നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി നൽകി. സംഘടിതമായി നടത്തുന്ന നിർബന്ധിത മതപരിവർത്തനങ്ങളെ ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 113 പ്രകാരം ഭീകരപ്രവർത്തനമായി കണക്കാക്കണമെന്നാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. ബി.ജെ.പി. നേതാവ് അശ്വിനി കുമാർ ഉപാധ്യായ സമർപ്പിച്ച ഹർജിയിൽ വഞ്ചനാപരമായ മതപരിവർത്തനം രാജ്യത്തിന്റെ പരമാധികാരത്തിനും ജനാധിപത്യത്തിനും അഖണ്ഡതയ്ക്കും വലിയ ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വിദേശ സംഘടനകളുടെ സഹായത്തോടെ ഇന്ത്യയിലെ ജനസംഖ്യ അനുപാതം മാറ്റാനും രാജ്യസുരക്ഷയെ തകർക്കാനുമുള്ള ആസൂത്രിതമായ ഗൂഢാലോചനയാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പിന്നിലെന്നും ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിനാൽ UAPA നിയമത്തിന്റെ പരിധിയിൽ ഇതിനെ കൊണ്ടുവരണമെന്നും ഹർജിക്കാരൻ ആവശ്യപ്പെടുകയാണ്.